ഹായ്, വെൽക്കം ടു മൈ വീഡിയോ. ഇതിൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഓർഗനൈസിങ് ആൻഡ് ക്ലീനിങ് ആണ്. ഇത് ഞാൻ പഠിക്കാനും ക്രാഫ്റ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന റൂമാണ്. അപ്പോൾ അത് മൊത്തം ക്ലീൻ ചെയ്യലാണ് ഇന്നത്തെ വീഡിയോ. ഈ ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താണ് ക്ലീനിങ് വെച്ച് ഉദ്ദേശിക്കുന്നതെന്ന്. ഇത് ഞാൻ വീഡിയോ എടുക്കുന്ന ടേബിളാണ്. പഠിക്കുന്ന ടേബിളും പിന്നെ ഒരു ഷെൽഫൊക്കെ അപ്പുറത്തുണ്ട്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്തിടുകയാണ് ചെയ്യാറ്. ആദ്യം തന്നെ ഇതിൻ്റെ മേലെ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് സാധാരണ ഒരു ബ്രൗൺ വുഡൻ ടേബിളാണ്. അതിൻ്റെ മേലെ ഞാനൊരു വൈറ്റ് ഷീറ്റ് വിരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഷീറ്റിൻ്റെ മുകളിൽ വൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറേ പശയും അതും ഇതൊക്കെ പറ്റിയിട്ട് കുറേ കറയൊക്കെ പിടിച്ചിട്ടുണ്ട്. അത് ഞാൻ സോപ്പ് പൊടിയൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് ഇങ്ങനെ ഉരച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു പോരാൻ നിൽക്കണ നമ്മുടെ വാളിൽ ഒട്ടിച്ചിട്ടുള്ള പോസ്റ്റേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ അറേഞ്ച് ചെയ്ത പോലെയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടൊക്കെയാണ് ഓർഗനൈസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബുക്കൊക്കെ മേലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ള ഇത് ഞാൻ ഫോം ഷീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോ 2 ദിവസം മുന്നേ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓർഗനൈസേഴ്സൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ബോക്സുകൾ വൈറ്റ് പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ആ ഫ്ലവർ വേസിനും ഫ്ലവറും ക്ലോക്കും ലാമ്പും മാത്രമാണ് വാങ്ങിയിട്ടുള്ളത്. അതിന് ഓഫറിൽ മീഷോയിലൊക്കെ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ ജനലൊക്കെയാണ് ക്ലീൻ ചെയ്യാൻ പോണത്. പിന്നെ ഇത് ഈ വീഡിയോ 2 ദിവസമായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ഈ ടേബിൾ മാത്രം ഞാൻ ഒരു ദിവസം വൃത്തിയാക്കി, പിന്നെ പിറ്റത്തെ ദിവസമാണ് ബാക്കിയൊക്കെ ക്ലീൻ ചെയ്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഈ ജനൽ വൃത്തിയാക്കുക. കാരണം നിറച്ച് പൊടിയായിരിക്കും. പോരാതെ തന്നെ എൻ്റെ റൂമിലാണെങ്കിൽ ഇഷ്ടംപോലെ ജനലും ഉണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, അപ്പുറത്തും ഉണ്ട്. ഇതിൻ്റെ മേലത്തെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് പൊടി തട്ടിയിട്ട് ഞാൻ എൻ്റെ വിഷൻ ബോർഡ് മാത്രമാണ് ജനലിൻ്റെ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുന്നത്. പിന്നെ അടുത്തതും അതേപോലെ പൊടി തട്ടിയിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒന്നും വെക്കുന്നില്ല. അങ്ങനെ ജനൽ ക്ലീൻ ചെയ്യൽ കഴിഞ്ഞു. നമുക്ക് ഈ സൈഡിലേക്ക് വരാം. ഈ ഒരു ഷെൽഫ് പോലത്തെ സംഭവം ഞാൻ 2 ദിവസം മുന്നേ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് പിന്നെയും കുഴപ്പമില്ല. ഈ അടിയത്തെ കള്ളി മാത്രമാണ് കുറച്ച് വൃത്തികേടായിട്ടുള്ളത്. ഇതാണ് ഞാൻ പഠിക്കാൻ ക്ലാസ് കാണുന്നൊക്കെ ടേബിള്. അപ്പോൾ ഇതാണ് അടുത്തായിട്ട് ക്ലീൻ ചെയ്യുന്നത്. ഇതൊന്നും സാധനങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം പൊടി തട്ടിയിട്ട് തുടച്ചിട്ട് വേറെ രീതിയിൽ എല്ലാതും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാട്ട് മെയിനാണല്ലോ, പാട്ടൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. അതാണത്. അപ്പോൾ ഈ ടേബിളും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഷെൽഫാണ്. ഇതിൻ്റെ താഴത്തെ മാത്രമേ വൃത്തികേടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കീ ചെയിനാണ്. അതിൻ്റെ വീഡിയോ ഷോർട്സിലുണ്ട്. ഇന്നത്തെ കുറച്ച് നോട്ടും പിന്നെ ജേർണലും അതൊക്കെയാണ്. അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അതും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കസാരയും കൂടെ വെച്ചപ്പോൾ ക്ലീനിങ് കംപ്ലീറ്റ് ആയി. എല്ലാ ജനലും തുറന്നിട്ട് ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അടുത്ത ലോങ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ആൻഡ് ബൈ.